ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ തൈരിലിട്ടതാണ്. എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി 3 വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിലുള്ള മസാലകൾ തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് മസാല നമുക്ക് റെഡിയാക്കി വെക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചോറിന് ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറീൻ്റെ ആവശ്യമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ വഴുതനങ്ങയായിട്ട് മസാല പുരട്ടി വെക്കാം. ഓരോന്നിലും ഞാനിവിടെ വലിയ പീസായതുകൊണ്ടാണ് ഓരോന്നിനും സെപ്പറേറ്റ് മസാല പുരട്ടി വെക്കുന്നത്. ഇനി നമുക്ക് വഴുതനങ്ങ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ എടുത്ത് വെക്കാം. ഫ്രൈ പാൻ ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് ഈ വഴുതനങ്ങ പൊരിച്ചെടുക്കാം. ആ പൊരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തൈര് റെഡിയാക്കാനുണ്ട്. അതുകൊണ്ട് ഇത് പൊരിക്കാനിട്ട സമയത്ത് തന്നെ നമുക്ക് തൈരും കൂടി റെഡിയാക്കേണ്ടതുണ്ട്. ഒരു കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലാവശ്യമായ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. അതേസമയം നമ്മൾ വഴുതനങ്ങ അവിടെ പൊരിയാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അത് ചൂടോടെ തന്നെ നമ്മൾ പൊരിച്ച് കഴിഞ്ഞാൽ ഈ തൈരിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ വഴുതനങ്ങ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ചൂടോടെ തന്നെ നമുക്ക് ഈ തൈരിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള വഴുതനങ്ങയും കൂടി നമുക്ക് പൊരിച്ചിട്ട് ചൂടോടത്തോടെ തന്നെ തൈരിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മളെല്ലാ വഴുതനങ്ങ ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ കടുകും കറിവേപ്പിലയും കായ്മുളകും ചട്ടി കാച്ചിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പൊരിച്ച് വെളിച്ചെണ്ണ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതിൽ കടുക് വറുക്കാവുന്നതാണ്. നമുക്ക് ഇങ്ങനെ നല്ല ഇതിൽ മിക്സ് ചെയ്ത് തൈരും വഴുതനങ്ങയെല്ലാം ഇങ്ങനെ തൈരിൽ മുങ്ങുന്ന രൂപത്തിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കടുക് വറുക്കണം. അതിനായിട്ട് നമ്മൾ ഈ പൊരിച്ച വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കായ്മുളകും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായ്മുളകിന് ഇതിൽ കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ വേറൊരു മുളകൊന്നും ഇതിൽ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ കുറച്ചൊരു സ്പൈസിക്കും വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം. മുളകും കറിവേപ്പിലയും കടുകെല്ലാം നന്നായി എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ വഴുതനങ്ങ തൈരിലിട്ടത് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സ്വാദിഷ്ടമായൊരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റെസിപ്പി വരുന്നത് വരെ ബൈ.